ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മമ്പയറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. മമ്പയർ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും മമ്പയർ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ബൗളിൽ കുറച്ച് മമ്പയർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് പൊതിരാനായിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മളെ മമ്പയർ കുതിർന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലത്തേക്കാണ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം രാത്രി നമുക്ക് മമ്പയർ വെള്ളത്തിലിട്ടിട്ട് വെക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉച്ചക്കത്തേക്കാണെങ്കിൽ രാവിലെ ഇട്ടാലും മതി. 2-3 മണിക്കൂർ ഏകദേശം മതിയാകും. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5-6 ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ടേസ്റ്റിനായിട്ട് നമ്മൾ 4-5 വറ്റൽമുളകാണ് എടുക്കുന്നത്. നല്ല എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ 2 വറ്റൽമുളക് മതിയാകും. ഇനി ഇത് വേവിക്കാനായിട്ട് നമുക്ക് കുക്കറിലേക്ക് നന്നായിട്ട് തന്നെ കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതോട് കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്തിട്ട് കൊടുക്കണം. ഉപ്പ് ഒരിക്കലും ഏറി പോകരുത്. ഉപ്പ് ഏറി കഴിഞ്ഞാൽ ഈ ഒരു മമ്പയർ ടേസ്റ്റ് കുറഞ്ഞിരിക്കും. ഇനി ഇത് വേവിക്കാനായിട്ട് നമ്മൾ കുക്കറിലാണ് വേവിച്ചിട്ട് എടുക്കുന്നത്. മൺചട്ടിയിൽ വേവിച്ചിട്ട് എടുക്കാം. നമുക്ക് വേഗം കിട്ടാനായിട്ട് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് നല്ലത്. അപ്പോൾ ഒരു 4-5 വിസിലടിച്ചതിന് ശേഷം നമ്മളുടെ മമ്പയർ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു പാൻ എടുക്കാം. ഈ പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ചേർത്തിട്ട് കൊടുക്കാം. നന്നായി ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് മൂത്ത് വരുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള വറ്റൽമുളക് കൂടി നമ്മൾ ചെറുതായി മുറിച്ചിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കാം. ഇനി നല്ല എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 2 വറ്റൽമുളക് എടുത്താൽ മതി. എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എരിവ് ഇഷ്ടമാണെങ്കിൽ ഒരു 6-7 ഒക്കെ വറ്റൽമുളക് ഇട്ടിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു ടേസ്റ്റിനായിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരിക്കലും നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറും. ഇത് നമ്മൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴങ്കഞ്ഞിയുടെയൊക്കെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുകൊണ്ട് തന്നെ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ അതുപോലെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കണേ. ബെല്ലൈക്കണെ കൂടി ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ നമുക്ക് അടിപൊളി വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം.